ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ്. നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ചിക്കൻ വിത്ത് സ്കിൻ ആയിരിക്കണം. ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഗരം മസാല, അറബിക് മസാല, പെപ്പർ ആൻഡ് സാൾട്ട്, ഒലീവ് ഓയിൽ. പക്ഷെ കപ്പി വെജിറ്റബിൾസിൽ എന്തിനാണ്? ഇതാണ്, ഇത് നമ്മൾ ചിക്കനിന്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓ കിട്ടി കിട്ടി കിട്ടി. നമുക്ക് മാരിനേഷൻ ചെയ്യാം. ആദ്യം നമ്മൾ സാൾട്ട് ആഡ് ചെയ്യും. ഇനി അടുത്ത ഗരം മസാല നമുക്ക് എല്ലായിടത്തും നല്ലോണം പാറ്റി കൊടുക്കാം. അടുത്തത് അറബിക് മസാല എല്ലായിടത്തും ആക്കി കൊടുക്കാം. അടുത്ത പെപ്പർ ക്രഷ് ചെയ്തിടാം. നല്ലോണം ക്രഷ് ചെയ്ത് എല്ലായിടത്തും ആക്കാം. ഇനി നമ്മൾ ഇതിൽ ഒലീവ് ഓയിൽ ഒഴിക്കും. അതെ, ഇനി നമുക്കിത് മിക്സ് ആയിട്ട് എല്ലാ സൈഡിലും പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് വെജിറ്റബിൾസ് സ്റ്റഫ് ചെയ്യും. ഇനി ഞാൻ ഓണിയനും ടൊമാറ്റോയും പൊട്ടാറ്റോയും ഇതിന്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യട്ടെ. ഓക്കെ. ഇനി ഇത് വെക്കാം. ഓണിയൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. ഇത് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. ഒരു ചില്ലിയും കൂടി അതിൻ്റെ ഉള്ളിൽ വെക്കും. ഓക്കെ, ചില്ലിയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഗാർലിക് പീസസ്, അത് എവിടെയെല്ലാം വെക്കാൻ പറ്റും അവിടെ എല്ലാം വെച്ചോ. ഓക്കെ, ഞാൻ എല്ലായിടത്തും വെക്കുന്നുണ്ട്. ഫുൾ വെജിറ്റബിൾസ് ഇതിനുള്ള സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലായിടത്തും സ്റ്റഫ് ചെയ്ത് ഫുള്ളങ്ങ് നിറച്ച് സ്റ്റഫ് ചെയ്തിട്ട്. ഇത് ഏകദേശം ഒരു 1 hour നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതെ, നമ്മൾ കുക്കർ റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. അതിന്റെ മുകളിൽ തട്ട് വെക്കും. ഇഡ്ഡലി തട്ടായാലും പ്രശ്നമില്ല. കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ചിക്കൻ വെക്കുന്നത്. ഇനി 45 minutes ഇത് കുക്ക് ആവണം. 45 minutes കഴിഞ്ഞിട്ട് ഇപ്പൊ ചിക്കൻ റെഡിയായി. ചിക്കൻ മദ്ഫൂൻ is ready. നല്ല ജ്യൂസി ആയിട്ടുണ്ട്. കണ്ടോ, ആ മുകളിലുള്ള വെള്ളം. നമുക്കിനി റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലത്ത് സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് സവാള ഇട്ടതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്തതിനു ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഗരം മസാല, അറബിക് മസാലയും ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ്. എന്നിട്ട് നമുക്കൊരു ചിക്കൻ ക്യൂബ്സ് ഇടാം. ആവശ്യത്തിന് ഉപ്പ് ഇടാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ലോങ് ഗ്രെയിൻ റൈസ് ആഡ് ചെയ്യാം. അതിനുശേഷം ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. എന്നിട്ട് ഡ്രൈ ലെമണും കൂടി ആഡ് ചെയ്യാം. ഇത് നമുക്കൊന്ന് പൂട്ടി വെക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. If you like this video, please subscribe, like and comment. Bye bye. നമ്മൾ ഇത് പോയി കഴിക്കട്ടെ. Yes.